ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ ഇവിടെ അടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഡിന്നറും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നിപ്പം ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഏട്ടൻ എന്താണ് ചൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ ഡിന്നർ ആ ഒരു ടൈപ്പിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു കാർഡാട്ടോ, അതുകൊണ്ട് ഇവിടെ എഴുതിയാലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാം. കട്ട് ചെയ്യട്ടെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽസ് കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് തന്നെ ട്രൈ ചെയ്യാമെന്ന്. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്യാം. പുറത്ത് എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് വേണോ, ഞാൻ പതുക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പം നാടൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഒരു ഇഡ്ഡലി മതി, അത് എഴുതാം. അതാകുമ്പോൾ 2 മാവുണ്ട്. പിന്നെ നമുക്ക് ദോശ ചമ്മന്തി ഓർ ഇഡ്ഡലി ചമ്മന്തി, സിമ്പിളാട്ടോ. ഏട്ടൻ വരുമ്പോൾ ചോദിക്കട്ടെ. ഉച്ചക്കലത്തേക്കും കൂടിയിട്ടുള്ളത് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ എല്ലാം എഴുതാൻ പോകണം കേട്ടോ. അപ്പം ഡിന്നർ നമുക്ക് പിന്നെ ആലോചിച്ചിട്ട് എഴുതാം. ഇപ്പം തൽക്കാലം എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് എന്താ വെച്ചാൽ ഇതുപോലെ 2 ഓപ്ഷൻസ് എഴുതിയിട്ട് ഏട്ടനെ കൊണ്ട് എഡിപ്പിക്കാം. അതിനകത്ത് നിന്ന് ഏട്ടൻ ഏതാണോ സെലക്ട് ചെയ്യണത് അത് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രീറ്റിങ്സ് ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാർഡ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എടുക്ക്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഇഡ്ഡലി. അപ്പോൾ നമ്മൾ എന്തായാലും ദോശ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത് ചട്നി തേങ്ങ ചട്നിയാണ്. അപ്പോൾ തേങ്ങ, പച്ചമുളക്, പൊരികടല, പിന്നെ കുറച്ച് ഉപ്പും അത്രേ വേണ്ടുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ അരച്ചു. ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടിട്ട് ആരും ചിരിക്കരുത്. ഇതൊക്കെ നേരത്തെ ഇതിങ്ങനെ ഓപ്ഷൻ എടുക്കാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നൊന്നും വിചാരിക്കരുത്. എന്തായാലും ഇഡ്ഡലിയാണോ ദോശയാണോ അയച്ചതിൽ എന്താ സെലക്ട് ചെയ്തത് അങ്ങനെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിപ്പം സ്പെഷ്യലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവേ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല, സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതൊരു സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾക്കിനി ചട്നി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കടുകും വറ്റൽമുളക് അതുപോലെ കറിവേപ്പില അത്ര വേണ്ടു. അതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് എല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ അപ്പോൾ ഇത് ചട്നിയായി. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. വിക്കിക്കൂട്ടം മാത്രമില്ല, വിക്കി സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ദോശ കഴിച്ചിട്ട് ബാക്കി. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ലഞ്ചിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അത് ഇപ്പം തന്നെ ചോദിച്ചു കഴിഞ്ഞാലല്ലേ നമ്മൾക്ക് വേഗം റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഏട്ടനോട് ചോദിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ എങ്ങാനും ചിക്കൻ ബിരിയാണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിന്ന് തുടങ്ങണം. നോക്കാം. ചിക്കൻ ബിരിയാണി ഗുഡല്ലേ? ഓക്കെ, എനിക്ക് ചോറ് വെച്ചു. ഞാൻ ഓൾറെഡി ഏട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പം എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെയാണ് നടക്കുന്നത്. ഞാനും ചോറും ചിക്കൻ കറിയും സെലക്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ചിക്കൻ എന്തായാലും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ബിരിയാണി ആണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ മിക്ക വീക്കെൻഡുകളിലൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പം ഇങ്ങനെ ചോറും ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ഊണായിട്ട് അങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വെജ് കറി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്.
അപ്പോൾ എന്തായാലും സെലക്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾക്ക് എന്തായാലും ലഞ്ച് ഉണ്ടാക്കാൻ ജാനൂട്ടിയും ദേ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. ഉള്ളി പൊളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉള്ളിയുടെ തൊലിയൊക്കെ. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞുകൊണ്ട് തരും. എന്താണ് മാഞ്ഞ? എന്താ മാഞ്ഞ? മാഞ്ഞ, അതാണോ മാഞ്ഞ? മാങ്ങ മാങ്ങ പറ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ ഏട്ടൻ തന്നെ എല്ലാം ക്ലീനാക്കി തന്നത്. അതിനകത്ത് നമ്മൾ ഇപ്പം ജസ്റ്റ് വറുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മുളക് പൊടി, മസാല, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടൊന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കണേ ഉള്ളൂ. അതിനുശേഷം വറുത്തിട്ടാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. വറുത്തിട്ട് ജസ്റ്റ് ഇനി കറിയാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മളിപ്പം അതേ എണ്ണയിൽ, വറുത്ത എണ്ണയിൽ തന്നെയാണ് ചിക്കൻ, വറുത്ത എണ്ണയിൽ സവാളയും പിന്നെ കുറച്ച് മറ്റേ പെരിഞ്ജീരകം, അതിൻ്റെ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്, ഏലക്ക അതൊക്കെ ഇട്ടു. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം പിന്നെ ഇനി നമുക്ക് പൊടിയിടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് തക്കാളി ഇട്ട് ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഈ പയർ പെട്ടെന്ന് വേവില്ല. അപ്പം നമ്മൾ വേവിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചിട്ട് പിന്നെ അങ്ങ് കടുക് തളിച്ചാൽ മതിയല്ലോ. ഒരു മെഴുക്കുവരട്ട് പോലെ ഉണ്ടാക്കാനാണ്. അതിലോട്ട് വറുത്ത ചിക്കൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്നൊരു ചെമ്മീൻ മാങ്ങാക്കറിയും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം മാങ്ങയൊക്കെ വെന്ത് തിളച്ച് ഇനി ജസ്റ്റ് ചെമ്മീനും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എനിക്കുള്ള മാങ്ങ മാറ്റി വെച്ചതിന് ശേഷം ചെമ്മീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എന്തായാലും ചെമ്മീൻ മാങ്ങാക്കറി വെക്കാൻ എടുത്തപ്പം കുറച്ച് ഇങ്ങനെ റോസ്റ്റും കൂടെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഇപ്പം ചിക്കൻ കറിയും സെറ്റായിട്ടുണ്ട്. അതുപോലെ മാങ്ങാക്കറിയിൽ ഇപ്പം ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെമ്മീൻ വേവുന്നവരെ എടുക്കുകയാണ്. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ വേവാൻ സമയം വേണ്ട. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്, നാടൻ ഉച്ചയൂണായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ വിക്കിയും കൂടെ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റാണ് ഞങ്ങൾ കേട്ടോ. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്കിൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ രാവിലെയും അവനുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതേ ചിക്കൻ കറിയും അതുപോലെ പ്രോൺസും മാങ്ങാക്കറിയും എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളത് മാറ്റി വെച്ച സംഭവമാണ്. പിന്നെ നമ്മുടെ മട്ടയരിയുടെ ചോറും പ്രോൺസും പയറലർത്തിയതും ഒക്കെ കൂടിയിട്ടാണ് ഊണ് റെഡി ആയിട്ടുണ്ട്. നാടൻ ഊണ്. ഏട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചോറും ചിക്കൻ കറിയായിരുന്നു. ഞാൻ ചിക്കൻ കറിയുടെ കൂടെ എക്സ്ട്രാ ബാക്കി കുറേ കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കിയില്ല, കുറച്ച് ഒരു ഗ്രേവി ടൈപ്പിലും. അതുപോലെ പിന്നെ പ്രോൺസ് നമ്മൾ റോസ്റ്റ് ചെയ്യില്ലേ, അങ്ങനെ റോസ്റ്റ് ചെയ്തത്, ചെമ്മീൻ മാങ്ങാക്കറി, പിന്നെ പയറുപ്പേരിയും. അത് ജസ്റ്റ് ഞാൻ മാങ്ങ മാത്രം മാറ്റി വെച്ചതാണ്. അച്ചാറും അത്രയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കാം. നമ്മൾക്ക് കഴിക്കാമല്ലോ വിക്കി, വേഗം എന്തായാലും കഴിക്കാം. എന്തായാലും നമുക്കിനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത ഡിന്നറിൻ്റെ എന്താ പരിപാടി നോക്കാം. ഇപ്പം തന്നെ എന്തായാലും ഒരു പരിവായിട്ടുണ്ട് അല്ലേ. ഡിന്നറിന് ഞാൻ വേറൊരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഡിന്നറിന് മുന്നേ ഞങ്ങളൊരു കേക്ക് കട്ടിങ്ങും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തലേ ദിവസം ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാനൊരു ചെറിയൊരു കേക്ക് എടുത്താണ്. ഇത് നമ്മുടെ ട്രെസ്ലെച്ചസ് ഉണ്ടല്ലോ, ആ ഒരു കേക്കാണ്, മിൽക്ക് കേക്ക്. അപ്പോൾ അത് ഏട്ടന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അതൊരു ചെറിയൊരു പീസ് വാങ്ങിച്ചുള്ളൂ. അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഡിന്നറിൻ്റെ ആ ഒരു സംഭവം കൂടെ ചോദിക്കാമെന്ന് വിചാരിച്ചു.
യെസ് ജാനുട്ടി. ആ ഓ ഞാൻ ഡിന്നർ പുറത്താക്കാന്നുള്ളൊരു പ്ലാനിലാണ്. എങ്ങാനും ഏട്ടനത് സെലക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. നോക്കാം, എന്തായാലും നമ്മൾക്കിപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് വരാം. Happy birthday, Papa. അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഏട്ടനെ കൊണ്ട് ഡൈൻ ഔട്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റേത് സെലക്ട് ചെയ്യാൻ പോയപ്പം കൊടുക്കാതെ. കാരണം എന്തായാലും പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വീട്ടിലെ ഭക്ഷണം കഴിച്ച് മടുക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കേരള റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. വീടിനടുത്ത് തന്നെയുള്ള കൊച്ചി റെസ്റ്റോറൻറ്റാണ്. നമ്മൾ നേരത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എന്തായാലും ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനും പുറത്ത് പോകാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കും അതിലേറെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ അങ്ങനെ എത്തിയതാണ്. ഇവിടെ എത്തിയതിന് ശേഷം ചിക്കൻ 65, അതുപോലെ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടല്ലോ, ആ ബിരിയാണി, അതുപോലെ അപ്പം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ തീരാണ്. ഒരു ഹോൾ ഡേ ആയിരുന്നു. ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരെ ക്ഷമയോടെ കണ്ടതിൽ. ബൈ.